പല നാച്ചുറൽ കലാമിറ്റീസ് വരുന്ന സമയത്തും വെള്ളക്കെട്ടുകളിലും അതുപോലെ ഒലിച്ചുപോയ റോഡുകളിലുള്ള സ്ഥലത്തൊക്കെ എത്താൻ സഹായിക്കുന്ന ഒരു വലിയ വിഭാഗം ഓഫ് റോഡിംഗ് എന്തൂസിയാസ്റ്റുകൾ ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിന്റെ ഭൂപ്രകൃതി നോക്കുകയാണെങ്കിൽ വെള്ളം കയറുന്ന കടൽനിരപ്പിന് താഴെയുള്ള പ്രദേശങ്ങളും സിറ്റികളും അതുപോലെ വെസ്റ്റേൺ ഗട്ട്സ് നിലനിൽക്കുന്ന മലയോര പ്രദേശങ്ങളും ബീച്ച് ഫോറസ്റ്റ് പോലെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ടെറൈൻസ് ഉള്ള ഒരു നാടാണ് കേരളം. അപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ സഹായിക്കുന്ന വെഹിക്കിൾസ് ആണ് ഓഫ് റോഡിംഗ് വെഹിക്കിൾസ്. പക്ഷേ നമ്മൾ കേരളത്തിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ പൊതുവെ ഇങ്ങനത്തെ ആവശ്യങ്ങൾ വരുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിനുശേഷം ഭീമമായ ഫൈനൊക്കെ ഇട്ടിട്ട് ആക്രമിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ ഓഫ് റോഡിംഗ് വെഹിക്കിൾ ഓണേഴ്സ്. ഈ ഒരു വിഷയത്തിൽ പൊതുവെ എല്ലാവരും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെയാണ് കുറ്റം പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ അവരാണോ കുറ്റക്കാർ? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മോഡിഫിക്കേഷനെതിരെ ഇത്രയും ഭീമമായിട്ടുള്ള ഫൈൻ ഈടാക്കുന്നത്? എന്താണ് ഇതിനുള്ള പരിഹാരം? ഇന്ത്യയിലെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് കാര്യമായ വളർച്ച വന്നത് കഴിഞ്ഞ 30 വർഷത്തിൽ മാത്രമാണ്. പക്ഷെ ഈ ഒരു 30 വർഷത്തിൽ തന്നെ നമ്മളുടെ പല ഓട്ടോമേക്കേഴ്സും വളരെ വലുതാവുകയും അതുപോലെ തന്നെ പല ഗ്ലോബൽ ബ്രാൻഡുകൾ വാങ്ങുകയും ചെയ്തു. പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി വളരാഞ്ഞതെന്നും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു പ്രോപ്പർ മോട്ടോർ സ്പോർട്സ് ആൻഡ് മോഡിഫിക്കേഷൻ കൾച്ചർ വന്നില്ല എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്, പ്രീമിയർ പത്മിനി, മഹീന്ദ്ര, റോയൽ എൻഫീൽഡ്, ബജാജ്, ജാവ, ടാറ്റ, ലെയ്ലൻഡ് പോലെ വിരലിൽ എണ്ണാവുന്ന കമ്പനികൾ മാത്രമേ വിദേശത്ത് നിന്ന് വാഹനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുകയും ഇന്ത്യയിൽ വിൽക്കുകയും ചെയ്തിരുന്നുള്ളൂ. 1950കൾ മുതൽ ഈ കമ്പനികൾ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും ഇന്ത്യയിൽ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കാറ് 1998 ഇൻഡിക്ക വന്നപ്പോൾ മാത്രമാണ് പ്രാബല്യത്തിൽ വന്നത്. ഇപ്പൊ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും, എന്തുകൊണ്ട് അതിനു മുമ്പത്തെ വർഷങ്ങളിൽ ഇന്ത്യയിലെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി വളർന്നില്ല എന്ന്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ എല്ലാ പ്രൈവറ്റ് കമ്പനികളും ഗവൺമെന്റിന്റെ അണ്ടറിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഇന്ത്യയിൽ ഒരു മേജർ ഫാക്ടറി തുടങ്ങണമെങ്കിൽ ഏകദേശം 80ഓളം ലൈസൻസുകളുടെ ആവശ്യമുണ്ടായിരുന്നു. ഇത്രയൊക്കെ ലൈസൻസുകൾ ലഭിച്ച് കമ്പനി തുടങ്ങിയ ശേഷം ആ കമ്പനിക്ക് എത്ര പ്രൊഡക്ഷൻ കപ്പാസിറ്റി വേണമെന്നും എത്ര പ്രൊഡക്റ്റുകൾ അവർക്ക് വിൽക്കാമെന്നും എത്ര രൂപക്ക് പ്രൊഡക്റ്റ് വിൽക്കാമെന്നും ഗവൺമെന്റ് ആണ് നിശ്ചയിച്ചിരുന്നത്. ഇതിനൊക്കെ കാരണം നമ്മളുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങളായിരുന്നു. ഇതിനായി അദ്ദേഹം സോവിയറ്റ് യൂണിയന്റെ ആശയങ്ങളെ അന്ന് കടമെടുക്കുകയും ചെയ്തു. അതായത് പൊതുമുതൽ, പൊതു ആസൂത്രണം, പൊതു നിയന്ത്രണം എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യത്തെ പെട്ടെന്ന് ഉയർത്താൻ സഹായിക്കുന്നത് സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ നിന്നായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷേ സോവിയറ്റ് യൂണിയൻ ചെയ്ത പോലെ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടറിനെ മുഴുവനായിട്ട് ഇല്ലാതാക്കിയില്ല. പകരം പ്രൈവറ്റ് സെക്ടറിനെ ഗവൺമെന്റിന്റെ അണ്ടർടേക്കിങ്ങിന് കീഴിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ പ്രൈവറ്റ് കമ്പനികളുടെ മുകളിൽ ഗവൺമെന്റിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഇമ്പോർട്ട് എക്സ്പോർട്ട് മാർക്കറ്റിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവരികയും വിദേശത്തുള്ള കമ്പനികൾക്ക് ഇന്ത്യൻ കമ്പനികൾക്ക് ടെക്നിക്കൽ സപ്പോർട്ട് മാത്രം കൊടുക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നു. ഇതിനൊക്കെ പുറമെ ഈ ടെക്നിക്കൽ അസിസ്റ്റൻസ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എടുക്കുന്നതിന് 2.5% ഗവൺമെന്റിലേക്ക് ലോയൽറ്റി ഫീ ആയിട്ട് അടക്കേണ്ടിയും വന്നിരുന്നു. ഇങ്ങനെ വിദേശ മാർക്കറ്റിലുള്ള വാഹനങ്ങൾക്ക് ഇന്ത്യയിൽ റെസ്ട്രിക്ഷൻസ് വന്നുകൊണ്ട് തന്നെ അംബാസഡർ, പ്രീമിയർ പത്മിനി, റോയൽ എൻഫീൽഡ്, ബജാജ് പോലെയുള്ള കമ്പനികൾക്ക് വിദേശ മാർക്കറ്റിൽ നിന്നുള്ള വാഹനങ്ങളുടെ കോമ്പറ്റീഷനും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, വാഹനത്തിൽ ഒരുപാട് ടെക്നോളജിക്കലി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് വിൽക്കുന്ന എമൗണ്ട് ഗവൺമെന്റ് തീരുമാനിക്കുന്നത് കൊണ്ട് കമ്പനികളൊന്നും ടെക്നോളജിക്കലി അവരുടെ വാഹനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വില്ലിങ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1950-60 കാലഘട്ടങ്ങളിലെ അതേ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇവർ 90കളുടെ തുടക്കം വരെ വാഹനങ്ങൾ വിറ്റുകൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് റോയൽ എൻഫീൽഡ്, അംബാസഡർ, പ്രീമിയർ പത്മിനിന്റെ ഒക്കെ എഞ്ചിൻസ് ഇങ്ങനെ ടെക്നോളജിക്കലി ഡെവലപ്പ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിലും ഈ വാഹനങ്ങൾക്കൊക്കെ കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ചേതക് സ്കൂട്ടറിനൊക്കെ ഒരു സമയത്ത് 10 വർഷം വരെ ബുക്കിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ കഴിഞ്ഞ 30 വർഷത്തിന് മുമ്പ് വരെ വാഹനത്തിന്റെ അൺഅവൈലബിലിറ്റി കാരണവും വാഹനത്തിന്റെ ഓവർ പ്രൈസ് കാരണവും മാത്രമല്ല ഇന്ത്യയിലെ ആളുകളുടെ ആ കാലഘട്ടത്തിലെ സാമ്പത്തിക സ്ഥിതി കാരണവും വാഹനം എന്നത് എല്ലാവർക്കും ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ കാറുകളും ബൈക്കുകളും ഒക്കെ അഫോർഡ് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. സോ ഇന്ത്യയിലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വാഹനം മോഡിഫൈ ചെയ്യുക എന്നത് പോട്ടെ, ഒരു വാഹനം വാങ്ങുക എന്നുള്ളത് വരെ വിദൂരമായ ഒരു സ്വപ്നമായിരുന്നു. ഇനി നമുക്ക് ലോകത്തിലെ തന്നെ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗിൽ പയനിയേഴ്സ് ആയിട്ടുള്ള 3 ഇൻഡസ്ട്രികൾ, അതായത് അമേരിക്കൻ, യൂറോപ്യൻ, ജാപ്പനീസ് ഇൻഡസ്ട്രികളിൽ എങ്ങനെ മോട്ടോർ സ്പോർട്സും മോഡിഫിക്കേഷൻ ഇൻഡസ്ട്രിയും അവരെ ടെക്നോളജിക്കലി അഡ്വാൻസ് ചെയ്യാൻ സഹായിച്ചു എന്നുള്ളത് നോക്കാം. 1769 തന്നെ ഫ്രഞ്ച് എഞ്ചിനീയർ ആയ നിക്കോളസ് ജോസഫ് കൊഗ്നോട്ട് എന്ന വ്യക്തി സ്റ്റീം പവേർഡ് ആയ ഒരു ട്രൈസിക്കിൾ ഉണ്ടാക്കിയിരുന്നെങ്കിലും 1885 കാൾ ബെൻസ് ഉണ്ടാക്കിയ 3 വീൽഡ് മോട്ടറൈസ്ഡ് വെഹിക്കിൾ ആണ് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ വെഹിക്കിൾ ആയിട്ട് കണക്കാക്കുന്നത്. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ 1990കളുടെ തുടക്കം മുതൽ തന്നെ ഓട്ടോമൊബൈൽസ് കോമൺ ആയി കണ്ടുവന്നിരുന്നു. 1908 തന്നെ ഫോർഡ്
അമേരിക്കയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അഫോർഡബിൾ ആയിട്ട് മോഡൽ ടി പോലെയുള്ള കാറുകൾ നിർമ്മിച്ചു നൽകിയിരുന്നു. 1885 കാൾ ബെൻസ് ഈ ഒരു വാഹനം ഉണ്ടാക്കിയതിന് വെറും 9 വർഷത്തിന് ശേഷം ലേ പെറ്റിറ്റ് ജേർണൽ എന്ന് പേരുള്ള ഒരു ഫ്രഞ്ച് ന്യൂസ് പേപ്പർ പാരീസ് മുതൽ റോവൻ വരെ ഹോഴ്സ്ലെസ് കാരേജസിന് വേണ്ടിയിട്ട് ഒരു മത്സരം നടത്തി. ഇതാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ മോട്ടോർ സ്പോർട്സ് ഇവന്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. തൊട്ടടുത്ത വർഷം തന്നെ യുഎസിലെ ചിക്കാഗോ മുതൽ എവസ്റ്റൺ വരെ പോയി വരുന്ന രീതിയിൽ ചിക്കാഗോ ടൈംസ് ഹെറാൾഡ് എന്ന പേരിൽ ഒരു മത്സരം യുഎസിൽ നടന്നിരുന്നു. ജപ്പാനിൽ ആദ്യമായിട്ട് ഒരു മോട്ടോറൈസ് കാരേജ് ഉണ്ടാക്കി 1910-ലാണെങ്കിലും 1920 മുതൽ അവരവിടെ റേസിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. വേൾഡ് വാർ വണ്ണിന് ശേഷം യൂറോപ്പിലെ ഗ്രാൻഡ് പ്രിക്സ് റേസുകളും യുഎസിൽ ഡേർട്ട് ട്രാക്ക് റേസിംഗും ഫേമസ് ആയി. പിന്നീട് വേൾഡ് വാർ ടൂവിന് ശേഷം യൂറോപ്പിൽ ഗ്രാൻഡ് പ്രിക്സ് റേസുകൾ കൂടുതൽ ഓർഗനൈസ്ഡ് ആയി കണ്ടക്ട് ചെയ്യും. യുഎസിൽ അതേസമയം സ്റ്റോക്ക് കാർ റേസിംഗും ഡ്രാഗ് റേസിംഗും കോമൺ ആയി. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലും അമേരിക്കയിലും ജപ്പാനിലും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വളരുന്നതിന്റെ കൂടെ തന്നെ മോട്ടോർ സ്പോർട്സും മോഡിഫിക്കേഷൻ ഇൻഡസ്ട്രിയും വളർന്നു വന്നിരുന്നു. ഇതിന് കാരണം എന്തെന്നാൽ അവിടെ ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നവര് ഇതിനൊരു വിനോദം എന്നതിലുപരി ടെക്നോളജിയെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വഴിയായിട്ടാണ് കണ്ടിരുന്നത്. ഇന്ന് നമ്മൾ വേൾഡ് വൈഡ് ആയി നോക്കുകയാണെങ്കിൽ ഫോർമുല 1, റാലി, ദക്കാർ, ഡ്രാഗ് റേസിംഗ്, നാസ്കാർ, മോട്ടോ GP, മോട്ടോർ ക്രോസ് പോലെ കൗണ്ട്ലെസ് ആയിട്ടുള്ള റേസിംഗ് ഇവന്റുകൾ കാണാം. മേൽ പറഞ്ഞ റേസുകളെല്ലാം കുറച്ച് ആളുകൾ തമ്മിലുള്ള റേസ് ആയിട്ടാണ് നമ്മൾ കാണുന്നെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഓരോ കമ്പനികളും ഡെവലപ്പ് ചെയ്തിരുന്ന അവരുടെ വാഹനങ്ങളുടെ ടെക്നോളജി തമ്മിലുള്ള ഒരു മത്സരമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. മേൽ പറഞ്ഞ റേസിംഗ് ഇവന്റുകളൊക്കെ തുടക്കത്തിൽ കുറച്ച് റേസിംഗ് എന്തൂസിയാസ്റ്റുകളും അതുപോലെ തന്നെ കമ്പനികളും ചേർന്ന് തുടങ്ങിയതാണെങ്കിലും പിന്നീട് അത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രോപ്പർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ള റേസ് ആയിട്ട് ഇവോൾവ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ഒരു കാരണം കൊണ്ടൊക്കെ തന്നെ എന്താണ് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഓട്ടോമോട്ടീവ് കൾച്ചർ പാരലലായി ഡെവലപ്പായി വന്നിരുന്നു. ഇനി നമുക്ക് മേൽ പറഞ്ഞ ഈ റേസിംഗ് ഇവന്റുകളൊക്കെ എങ്ങനെയാണ് നമ്മളുടെ ഇന്നത്തെ കാറുകളിലെ പല ഫീച്ചേഴ്സും പ്രാബല്യത്തിൽ കൊണ്ടുവന്നതെന്ന് നോക്കാം. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കാറുകളിലും ബൈക്കുകളിലും കണ്ടുവരുന്ന മിക്ക സേഫ്റ്റി, കൺവീനിയൻസ് ആൻഡ് പെർഫോമൻസ് ഫീച്ചേഴ്സ് ആദ്യം വന്നിരുന്നത് ഇങ്ങനത്തെ റേസിംഗ് കാറുകളിലും ബൈക്കുകളിലും ആയിരുന്നു. ഉദാഹരണത്തിന് ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹൈപ്പർ കാറുകളിലുള്ള ആക്റ്റീവ് എയറോഡൈനാമിക്സ്, കാർബൺ ഫൈബർ, ആക്റ്റീവ് സസ്പെൻഷൻ, പാഡിൽ ഷിഫ്റ്റ്, സ്റ്റിയറിംഗ് വീൽ ബട്ടൺസ്, ECU, ഡ്രൈവ് ബൈ വയർ, വാരിയബിൾ വാൽവ് ടൈമിംഗ്, ടയേഴ്സിന്റെ ഡെവലപ്മെന്റ് പോലെയുള്ള അനേകം ഫീച്ചേഴ്സ് തുടക്കത്തിൽ റേസിംഗ് ഇവന്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരുന്നത്. ഇങ്ങനെ കമ്പനീസ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ ടെക്നോളജീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ റേസിംഗ് ഇവന്റ് സംഘടിപ്പിക്കുന്ന ആളുകൾ ഇതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെക്കുന്നത്. അതായത് മോട്ടോ GP, ഫോർമുല 1 നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിന് സെർട്ടൈൻ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതായത് ഈ വാഹനങ്ങൾക്കൊക്കെ സെർട്ടൈൻ എമിഷൻ നോംസ് മീറ്റ് ചെയ്യണം. ഒരു സെർട്ടൈൻ നമ്പർ ഓഫ് ടയേഴ്സേ വാഹനത്തിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ ഒരു സെർട്ടൈൻ എമൗണ്ട് ഓഫ് ഫ്യൂവലേ വാഹനത്തിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ പല പല റെസ്ട്രിക്ഷൻസ് അതിനകത്ത് വെക്കുന്നുണ്ട്. അപ്പൊ അവര് ടെക്നോളജിക്കലി ഏതൊക്കെ രീതിയിൽ വണ്ടീനെ ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഈ കമ്പനീസ് വാഹനത്തിനെ ഇന്നോവേറ്റ് ചെയ്യും. പിന്നീട് ഈ ടെക്നോളജി റേസിൽ ഉപയോഗിച്ച് ഇവോൾവ് ആയ ശേഷം അവരുടെ റോഡ് ഗോയിങ് പ്രൊഡക്ഷൻ കാറുകളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് പതിവ്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഇന്ന് നമ്മുടെ വാഹനത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ടെക്നോളജീസിനൊക്കെ മോട്ടോർ സ്പോർട്സിനും മോഡിഫിക്കേഷൻ ഇൻഡസ്ട്രിക്കും ഒക്കെ എത്ര പങ്കുണ്ടെന്നുള്ളത്. പക്ഷേ ഇന്ത്യയിലെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഭരിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കാര്യമായി ധാരണയില്ല എന്നതാണ് സത്യം. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് 2011 ഫോർമുല 1 വന്നപ്പോ ഇതൊരു സ്പോർട്സ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ എടുത്തു കളയും. അതിനു പുറമെ ഇതിന് എന്റർടൈൻമെന്റ് ടാക്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അവരെ ഇവിടുന്ന് കെട്ടുകെട്ടിച്ചത്. ഇന്ന് നമ്മൾ ലോകത്തിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ പയനിയേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതെടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും അവിടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മോട്ടോർ സ്പോർട്സ് ആൻഡ് മോഡിഫിക്കേഷൻ കൾച്ചർ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ മോഡിഫിക്കേഷനെ മൊത്തമായിട്ട് ബാൻ ചെയ്യുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 52 പ്രകാരമാണ്. ഇത് പ്രകാരം ഒരു മാനുഫാക്ചറർ എങ്ങനെയാണോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ അവരുടെ വണ്ടീന്റെ സ്പെസിഫിക്കേഷൻസ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ മാത്രമേ ആ വാഹനം യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ഈ ഒരു നിയമം ഇന്ത്യയിൽ മൊത്തം ബാധകമാണെങ്കിലും കേരളത്തിൽ മാത്രമേ ഇത് കാര്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളൂ എന്നാണ് സത്യം. എപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എപ്പോഴും കേരളത്തിന് ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുന്ന സമയത്താണ് ഇങ്ങനത്തെ ഫൈനൊക്കെ കൂടുതൽ നമ്മളുടെ അടുത്ത് ഈടാക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് പ്രളയം, കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫൈൻ കളക്ഷൻ നടന്നിരുന്നു. ഇത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല, നമ്മളിപ്പോ ഒരു ബിൽഡിങ്ങിന്റെ പ്ലാൻ പാസ്സാക്കാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ലൈസൻസിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫീസ് അടക്കുകയാണെങ്കിൽ ഇതൊക്കെ 2 മുതൽ 10 മടങ്ങ് വരെയൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ ഇതിന് കാര്യമായിട്ടുള്ള മാറ്റം യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ പല ഗ്ലോബൽ ബ്രാൻഡുകളെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, ബൈക്കുകളാണെങ്കിലും കാറുകളാണെങ്കിലും. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയെ വളർത്താതിരിക്കാൻ പാകത്തിന് കുറെ റെസ്ട്രിക്ഷൻസ് നിയമപരമായിട്ടുണ്ട്. അതായത് 4 മീറ്ററിൽ താഴെയുള്ള വാഹനങ്ങൾക്ക് ടാക്സ് കുറവും, പക്ഷെ അതിന്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഭീമമായ ടാക്സ് അടക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയെ റെസ്ട്രിക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
പക്ഷേ ഇതിനെക്കുറിച്ച് കുറച്ച് ബോധമുള്ള മന്ത്രിമാർ ഇപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് വരുന്നുണ്ട്. ഇപ്പൊ കേന്ദ്രത്തിൽ നോക്കുകയാണെങ്കിൽ നിതിൻ ഗഡ്കരി ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് പഠിച്ചൊരു വ്യക്തിയാണ്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മന്ത്രി ഗണേഷ് കുമാർ സാറും ഇതുപോലത്തെ ഫണ്ടിനെ കുറിച്ചൊരു ധാരണയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതിനൊക്കെ അനുകൂലിച്ച് പൊതുവെ അവർ പറയുമ്പോഴേക്കും അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ് പൊതുവെ കണ്ടുവരുന്നത്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ നാട്ടിൽ ഒരു പ്രോപ്പർ ഡ്രൈവിംഗ് കൾച്ചർ ഉണ്ടാക്കുകയും ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൊസൈറ്റിയെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഒന്ന് ആലോചിച്ചു നമ്മളിൽ എത്ര പേർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്, റോഡിൽ എങ്ങനെ പെരുമാറണം, പ്രോപ്പർ ആയിട്ടുള്ള നിയമങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടും. പലരും ലേണിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബുക്കിന്റെ അകത്തുനിന്നുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ച് ലേണേഴ്സ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതല്ലാതെ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇപ്പോഴും ഇല്ല. പക്ഷേ ഇന്ന് നമ്മൾ ഇന്ത്യയിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഭാവിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ കൾച്ചറും അതുപോലെ തന്നെ മോട്ടോർ സ്പോർട്സും ഒക്കെ ഇവിടെ വളരുന്നു പ്രതീക്ഷിക്കാനേ നമുക്കിപ്പോൾ നിവർത്തിയുള്ളൂ. അതുവരെ നമുക്ക് റേസിംഗ് ഇവന്റ് ആയിട്ട് നെഹ്റു ട്രോഫി വള്ളംകളിയും വയലിലെ കാളപ്പൂട്ട് മത്സരം തന്നെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി കാലക്രമേണ മാറി വരുമോ? ഡു ലെറ്റ് മീ നോ യുവർ ഒപ്പീനിയൻ ഇൻ ദ കമന്റ് സെക്ഷൻ, ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.